എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതാ ഭജനത്തെക്കുറിച്ചാണ്. ഇഷ്ടദേവതാ ഭജനം ഇവരുടെ ജന്മജന്മാന്തര പാപങ്ങൾക്കും കുടുംബദോഷ നിവാരണത്തിനും ഗ്രഹദോഷ ശാന്തിക്കും ഇഷ്ടദേവത അത്യുത്തമമാണ്. അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പീഡകൾക്കും ഒരൊറ്റ മൂലിയാണിത്. എത്രമേൽ പരിഹാര കർമ്മങ്ങൾ നമ്മൾ നടത്തിയിട്ടും പരിഹാരമാകാത്ത നിലകൊള്ളുന്ന ബാധകൾക്ക് ഇതുമൂലം പരിപൂർണമായ ഒരു ശമനം ലഭിക്കുന്നു. നമ്മൾ വില കൂടിയ നവരത്നങ്ങളുടെ മോതിരങ്ങൾ ധരിക്കാറുണ്ട്. വലിയ വില കൂടിയ യന്ത്രധാരണവും നമ്മൾ ചെയ്യാറുണ്ട്. ഹോമങ്ങളും യജ്ഞങ്ങളും വലിയ തുകയ്ക്ക് നമ്മൾ നടത്തുകയും ചെയ്യാറുണ്ട്. പല അമ്പലങ്ങളിലും ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് ഫലപ്രാപ്തി മുന്നോട്ട് വരുന്നില്ല. നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നില്ല. അതിനാൽ നമുക്ക് ഏറ്റവും നിസ്സാരമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഇഷ്ടദേവതാ ഭജനം. നിങ്ങൾ ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഈ ഇഷ്ടദേവതാ ഭജനത്തിലൂടെ മാറിക്കിട്ടും. നിങ്ങൾക്ക് പൂർണ്ണമായ ഐശ്വര്യവും എല്ലാവിധ സമ്പദ് സമൃദ്ധിനെ കൊണ്ടാകുക തന്നെ ചെയ്യും. അത്യന്തം സങ്കീർണമായ ഈ ലോക ജീവിതത്തിലെ പ്രാരബ്ധ കർമ്മങ്ങളുടെയും സഞ്ചിത കർമ്മങ്ങളുടെയും ഫലമായി ഒട്ടേറെ പ്രശ്നങ്ങൾ മാനവരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രദോഷങ്ങള്, സർപ്പദോഷങ്ങള്, സ്ത്രീശാപം, ബാലശാപം, കുടുംബത്തിലെ പൂർവികർ വരുത്തിവെച്ച മഹാപാപങ്ങള്, അപമൃത്യു, അകാല മൃത്യു തുടങ്ങിയ മൂലം ഉണ്ടാകുന്ന പ്രേതബാധകൾക്ക് ഇങ്ങനെ പലതും ഒരാളെ അഥവാ ഒരു കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. താമസസ്ഥലത്തെ ദോഷങ്ങൾ ഒരു ഭാഗത്ത്, വസ്തുവിധിപ്രകാരം വീട് നിർമ്മിക്കുന്നതിൻ്റെ താളപ്പിഴകൾ മറ്റൊരിടത്ത്, എത്രമേ ശ്രമിച്ചിട്ടും അതിനൊക്കെ ഫലം ലഭിക്കാതെ വരിക, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹം, മാരാരോഗങ്ങൾ, പണം എത്ര കിട്ടിയാലും നമുക്ക് തികയാതെ വരിക, കുട്ടികളിലെ മാനസികമായ ദൗർബല്യങ്ങൾ, പഠിപ്പിൽ അലസത, ശത്രുക്കളുടെ ഉപദ്രവം, നിസ്സാര കാര്യങ്ങൾക്ക് കോടതി കയറേണ്ടി വരിക, ഇങ്ങനെ പോകുന്നു നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ. വിഷമ പ്രശ്നങ്ങൾ വേലിയേറ്റപ്പെട്ട് മനസ്സുകളുമ്പോൾ പ്രശ്ന പരിഹാർത്ഥം ദൈവഹിതം നമ്മൾ നോക്കാറുണ്ട്. ദൈവഹിതം എന്ന് വെച്ചാൽ നമ്മൾ ജ്യോതിഷനെ പോയി പ്രശ്നങ്ങൾ ചെയ്യാറുണ്ട്. അത് എല്ലാവരും ചെയ്യുന്ന പ്രശ്നമാണ്. അഷ്ടമംഗല പ്രശ്നങ്ങൾ വയ്ക്കും. സ്വർണ്ണാരൂഢ പ്രശ്നത്തിൽ തെളിയുന്ന കാര്യങ്ങളൊക്കെ ദൈവജ്ഞൻ അവരുടെ മനോധർമ്മം അനുസരിച്ച് പറഞ്ഞു ഒപ്പിക്കും. കൂട്ടിന് പ്രശ്നമാർഗത്തിലെയും ഹോരിയിലെയും ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നു. അവര് വാരിച്ചൊരു തുക സ്വർണ്ണാരൂഢ പ്രശ്നം നടത്തുന്നതിന് നിന്ന് ചെലവാകുമ്പോൾ നീണ്ട ഒരു പരിഹാര ചാർട്ട് കുടുംബനാഥന് ലഭിക്കുന്നു. കൂട്ടമൃത്യുഞ്ജയ ഹോമം, അഷ്ടദ്രവ്യസഹിതം ഗണപതി ഹോമം, തിലഹോമം, സുഹൃതഹോമം, പശുദാനം, കാൽ കഴിച്ചൂട്ട്, വിളിച്ചുള്ളി പ്രായച്ചിത്തം, പ്രേതകളെ ആവാഹിച്ച് സ്വർണത്തിൽ പ്രതിമയിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക തുടങ്ങിയ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നതിന് ഭാരിച്ചൊരു തുക മുതൽക്ക് നമുക്ക് വേണ്ടി വരും. ഇത്രയും ചെയ്തിട്ടും പ്രശ്ന പരിഹാരം കാണാതെ കുടുംബജനങ്ങൾ ഉഴലുന്ന കാഴ്ചയാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധനകാംക്ഷികളായ ജ്യോതിഷികളും അപ്രഭക്തരായ പൂജാരികളും ചേർന്ന് നിസ്സംഹയായ സാമാന്യ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം കാണാൻ കഴിയുക. പത്രപരസ്യങ്ങളുടെ പ്രലോഭനം മറ്റൊരിടത്തുണ്ട്. പൂർവ്വസുരികളൊന്നും വിധിച്ചിട്ടില്ലാത്ത യന്ത്രങ്ങളുടെ പട്ടിക നിരത്തി ഒരു കൂട്ടർ വ്യാമോഹിക്കുന്നു. അത് നമ്മുടെ പാഴ്സൽ മുഖേന നമ്മുടെ ഏത് രാജ്യത്തും വികസിച്ച് എത്താവുന്ന രീതിയാണ് ഇപ്പോൾ. രത്നശേഖരങ്ങളുടെ മികവ് കാട്ടി മറ്റൊരു കൂട്ടർ മായാവലയം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ വലിയ ദോഷങ്ങൾ കൊണ്ട് ഈ രത്നങ്ങൾ കൊണ്ട് ധരിച്ചാൽ മാറുമെന്നൊക്കെ ഇവക്കൂട്ടർ പറയും. എന്തൊക്കെ ചെയ്തിട്ടും ദുരിതത്തിൽ നിന്ന് നമുക്ക് ഒന്നും കരകയറാൻ സാധിക്കുന്നില്ല. നിങ്ങൾ സാമാന്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭക്തിയും ശക്തിയും കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കളങ്കവും ആത്മാർത്ഥമായ ഭക്തി കൊണ്ട് ഇഷ്ടദേവതാ പ്രീതി തേടി ഏത് വിഘ്നത്തെയും തരണം ചെയ്യാമെന്ന് നമ്മുടെ പുരാണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ. കുചേലന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി അവില് ഭഗവാൻ അമൃതായിരുന്നു.
ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൽ അവശേഷിക്കുന്ന ചീരയില ഭഗവാന്റെ വിശപ്പടക്കി. വിതുരപത്നിയാൽ നൽകപ്പെട്ട പഴത്തൊലി കൃഷ്ണൻ സ്വാദിഷ്ടമായിരുന്നു. ഭക്തിയോട് കൂടിയ നിവേദ്യങ്ങളാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നില്ല. ഭക്തിയോടെ ഭഗവാനെ സമർപ്പിച്ചു നോക്കൂ, നാം ഭഗവാനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരാളുടെ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് ഇഷ്ടദേവതയെ കണ്ടുപിടിക്കാൻ സാധിക്കും. ലഗ്നാലാൽ ഭവാധിപനാണ് ഇഷ്ടദേവതയും. അതുകൂടാതെ 9ാം ഭാവാധിപനെയും നമുക്ക് നോക്കി ഇഷ്ടദേവതയെ കണ്ടെത്താം. കൂടാതെ നമ്മുടെ കൂറ് രാശി അടിസ്ഥാനപ്പെടുത്തിയും നമ്മൾ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും ഇഷ്ടദേവതയെ കണ്ടെത്താം. അപ്പോൾ ലഗ്നാലാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജാതകം നല്ലപോലെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലേത് ദേവതയ്ക്കാണ് ശക്തി കൂടുതലുള്ള ആ ദേവതയെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 5ാം ഭാവാധിപനും 9ാം ഭാവാധിപനും ഏതാണ് ശക്തി കൂടുതലുള്ളത് ആ ദേവതയെ കണ്ടെത്തി അതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ മന്ത്രങ്ങൾക്ക് നിത്യവും ജപിക്കുക. അത് നിങ്ങളുടെ പറഞ്ഞ ജനന തീയതി, ജനന സമയം, ജനിച്ച സ്ഥലം, നിങ്ങളുടെ പേര്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരണം. അതയച്ചാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമയമനുസരിച്ച് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരാം. മന്ത്രങ്ങളും പറഞ്ഞു തരാം. യാതൊരുവിധ ഫീസും ഞാൻ ഈടാക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഉപാസനമൂർത്തി നിർണയത്തിൽ പ്രാധാന്യം വഹിക്കുന്നു. പൂർവജന്മ പുണ്യം, മന്ത്രജപം, മനസ്സംതൃപ്തി, ഭുക്തി ഇവയെല്ലാം നിർണ്ണയിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ജന്മന തന്നെ ഓരോ ദേവതയോടും അടുപ്പം തോന്നും. കഴിഞ്ഞ ജന്മത്തിൽ ഉപാസിച്ചിരുന്ന ദൈവിക സങ്കല്പം ഈ ജന്മത്തിൽ നമ്മെ കൂട്ടായി വരുന്നുണ്ട്. കർമ്മം, ഭാഗ്യം, 5ാം ഭാവം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ത്രം പിഴച്ച കർമ്മദോഷം വരും, കർമ്മം പിഴച്ച സുഖദോഷം വരും. കർമ്മഭ്രംശം വരാതിരിക്കാൻ 5ാം ഭാവത്തെ പുഷ്ടിപ്പെടുത്തിയാൽ മതി. ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള ഇഷ്ടദേവതയെ ഉപാസനമൂർത്തിയായി സ്വീകരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അത്യാവശ്യം 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും നമുക്ക് ഇഷ്ടദേവതയെ കണ്ടെത്താം. അതായത് അടിസ്ഥാനത്തിൽ രാശി അടിസ്ഥാനത്തിലും കണ്ടെത്താം. അപ്പോൾ നിങ്ങളുടെ ജാതകം വിശദമായി നോക്കിയ ശേഷം ഏത് ഗ്രഹത്തിനാണ് ശക്തി കൂടുതൽ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതയെ ഭജിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. ഇഷ്ടദേവത പ്രീതിക്ക് ഏറ്റവും അത്യുത്തമം. അപ്പോൾ നിങ്ങളുടെ വിശദമായി അറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ അയച്ചു തരിക. അപ്പോൾ ഇന്ന് രാശി അടിസ്ഥാനപ്പെടുത്തിയുള്ള അശ്വതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മേടം രാശി വരുന്ന അശ്വതി നക്ഷത്രക്കാരുടെ 5ാം ഭാവം ചിങ്ങം രാശിയാണ്. ചിങ്ങത്തിന്റെ അധിപൻ രവിയാണ്, അതായത് സൂര്യനാണ്. ഉപാസനമൂർത്തി ശൈവസങ്കല്പത്തിലുള്ളതാണ്, അതായത് ശിവൻ, ഉമാമഹേശ്വര പൂജ മൂർത്തി, ദക്ഷിണാമൂർത്തി ഇവരെയൊക്കെ ഭജിക്കുന്നത് അത്യുത്തമമാണ്. പഞ്ചാക്ഷരി മന്ത്രം നിത്യം ഉരുടുന്നതും ശ്രേയസ്കരമാണ്. ഞായറാഴ്ച തോറും ശിവക്ഷേത്ര ഭജനം നടത്തുന്നത്, അതായത് ശിവക്ഷേത്രങ്ങളിൽ പോയി അവിടെ ഇരുന്ന് അല്പസമയം ശിവമന്ത്രങ്ങൾ ജപിക്കുക. ഓം നമ ശിവ, വേറൊരു മന്ത്രം ഇല്ലെങ്കിലും ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ മതി. ഭഗവാനെ മനസ്സിൽ കണ്ട് ആ ഒരു മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. കൂടാതെ മാണിക്യം ധരിക്കുന്നത് അത്യുത്തമമാണ്. പിന്നെ പറയുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ഞായറാഴ്ച പ്രത്യേകിച്ചും ഞായറാഴ്ച ജപിക്കുക, എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും. അതുകൂടാതെ നിങ്ങൾ നിവേദ്യമായി മൃത്യുഞ്ജയ ഹോമം യന്ത്രം ധരിക്കണമെങ്കിൽ മൃത്യുഞ്ജയ യന്ത്രം ധരിപ്പിക്കാം. മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി ഇവ നടത്താം, അത്യുത്തമമാണ്. പിന്നെ താഴെ പറയുന്ന ഈ മന്ത്രം നിത്യവും ജപിക്കുക. സൂര്യഗായത്രി മന്ത്രമാണ്. ഓം ഭാസ്കരായ വിദ്മഹേ മഹാദുരിതരായ ധീമഹിം തന്നു ആദിത്യ പ്രചോദയൻ. ഈ ആദിത്യ മന്ത്രം നിത്യവും കുറഞ്ഞത് 108 ജപിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടദേവത ഇത് പൊതുവായിട്ടുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. വിശദമായ രീതി നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളായ നിങ്ങളുടെ ജനിച്ച സമയം, ജനിച്ച തീയതി, ജനിച്ച സ്ഥലം, നിങ്ങളുടെ പേര് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവത, വൃക്ഷം, നക്ഷത്രദേവത ഇവയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്.
അതും കൂടെ നിങ്ങൾ നിത്യജീവിതത്തിൽ പിന്തുടർന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും. ഈ എത്രയൊക്കെ നമ്മൾ കാശ് മുടക്കി ചെയ്ത് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതും കൊണ്ട് നിങ്ങൾക്ക് ഫലം ഇതിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നിസ്സാരമായ കാര്യം നിങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ പിന്തുടരുക. അപ്പം ആ വൃക്ഷത്തിൻ്റെയും ദേവതയുടെ കാര്യം ഞാൻ അതിൻ്റെ പറഞ്ഞിട്ടുള്ള വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും മാറും. ഒരു സംശയം വേണ്ട. നിങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തോടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു.